ഇത് നമ്മുടെ മൂന്നാം പാർട്ടാണ് കേട്ടാ. എന്റെ ദൈവങ്ങളെ, എന്തൊരു തിരക്കത്! വീടെത്തുമ്പോഴേക്കും മനുഷ്യന്റെ കാറ്റ് പോകുന്ന തോന്നണേ. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ആദ്യത്തെ ബസ്സിൽ പോവാന്ന്. അപ്പൊ അവിടെ വായി നോക്കി നിന്നു തെണ്ടി, ആരതി പറഞ്ഞു. ബസ്സിനുള്ളിലെ തിരക്കിൽ എങ്ങനെയോ അവർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. നാളെ കളർ ഡ്രസ് അല്ലേടി? അപ്പു ചോദിച്ചു. അതെ, നാളെ തകർക്കണം, ആരതി പറഞ്ഞു. ഇയാളിത് ആർക്കും വായു ഗുളിക വാങ്ങാനും പോണേ. മനുഷ്യന് ഇപ്പൊ തന്നെ വണ്ടി ഇടിച്ച് കൊന്നേനെ. തന്നെ തൊട്ടില്ല എന്ന രീതിയിൽ റോഡിലൂടെ പോയ നീലന്റെ താർ കണ്ട് അപ്പു ഉറക്കെ പറഞ്ഞു. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് നീ എന്തിനാ നടു റോട്ടിൽ കയറി നടക്കണേ? അതുകൊണ്ടല്ലേ? അത് കേട്ടതും അപ്പു ആരതിയുടെ മുടി പിടിച്ചു വലിച്ചു. എടുത്തെണ്ടി, കുറച്ച് ദിവസമായി നീ വെറുതെ അയാളെ സപ്പോർട്ട് ചെയ്യണു. എടുത്തിത്തക്കാളി എന്റെ മുടിന്ന് വിടറേ. ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നല്ല, ഞാൻ നിന്റെ സൈഡ് തന്നെയാണ്. ആരതി അലറിയതും അവൾ പിടിവിട്ടു. അന്തപ്പായി ഏർപ്പെട്ടു. ഡോണ്ട് പ്ലേ വിത്ത് അപൂർണ, ഓക്കെ? അത് പറഞ്ഞ് അപ്പോ ആരതിയുടെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു. ഞാനിപ്പോഴും ഒരു കാര്യം ഓർത്തെ. നമ്മുടെ ക്ലാസ്സിൽ അനഘയില്ലേ, അവളും തിങ്കളാഴ്ച സോങ് സെലക്ഷന് പോകുന്നുണ്ടെന്ന്. ഏത്? അനു അഡ്മിഷൻ ശാലീന സുന്ദരിയാ? അവള് തന്നെ. അവൾക്കും പാട്ട് അറിയോന്നാ? പെൺകുട്ടികളായ അവളെ പോലെ വേണം. പാട്ട്, ഡാൻസ്, വയലിൻ, ഗിത്താർ എല്ലാം അറിയാം. അതിന് പുറമെ പഠിപ്പിയും. അപ്പം ലോക സുന്ദരി. ഓ, അത്രയ്ക്കൊന്നുമില്ല, ഒരാവറേജ്, അത്രേ ഉള്ളൂ. പിന്നെ പാട്ടും ഡാൻസും അത് നമുക്കും പഠിക്കാവുന്നേ ഉള്ളൂ. മതിയടി കുശുമ്പി, നമുക്കും വെറുതെ ഒന്ന് സെലക്ഷന് പോയാലാ? ആരതി ചോദിച്ചു. എന്തിന്? നാട്ടിൽ തന്നെ അയാളുടെ ശല്യം സഹിക്കാൻ വയ്യ, പിന്നെ അതിന് കോളേജിൽ കൂടെ. നീയൊന്നും മിണ്ടാതിരുന്ന പെണ്ണെ, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. പിന്നീട് മുന്നോട്ട് നടക്കുമ്പോൾ ആരതി എന്തൊക്കെയോ പറഞ്ഞുവെങ്കിലും അപ്പോൾ അതൊന്നും കേട്ടിരുന്നില്ല. അവളുടെ മനസ്സിൽ മറ്റു ചില ചിന്തകളായിരുന്നു. നീലനെ ഈയിടെയായിട്ട് കാണാൻ നല്ല രസാ. ഇനി അവൻ കോളേജിലേക്ക് വന്ന് എന്തായിരിക്കും അവസ്ഥ? അനഘയും കാണാൻ കൊള്ളാം. ഇനി അവര് തമ്മിൽ വല്ല പ്രേമമായി നീലൻ അവളെ കല്യാണം കഴിക്കുവോ? അങ്ങനെ കല്യാണം കഴിച്ചാൽ ഞാൻ നീലന്റെ വീട്ടിലല്ലേ നിൽക്കുക. അപ്പോ ഞാൻ അവളുടെ വീട്ടില് പാൽക്കാരിയാവില്ലേ? പിന്നെ എന്റെ പട്ടി പോലും അവിടേക്ക് പാല് കൊടുക്കാൻ പോവില്ല. നിന്നെ വേറെ ആര് കെട്ടിയാലും അവളെ കെട്ടല്ല ഭഗവാനെ. ഞാൻ അതിന് സമ്മതിക്കില്ല. ഈ അപൂർണ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. അപ്പോ നിന്റെ പൊന്നാങ്ങളയോടെ എന്റെ ഫോൺ റീചാർജ് ചെയ്യാൻ പറയട്ടാ, എന്റെ ഓഫർ ഇന്ന് തീരും. എടി പൊട്ടി, ഞാൻ പറഞ്ഞുവല്ലോ, നീ കേൾക്കുന്നുണ്ടാ? ആരതി തോളിൽ തട്ടി വിളിക്കുമ്പോഴാണ് അവൾ സ്വഭാവത്തിലേക്ക് വന്നത്. ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു അതുമ്മ. നമുക്ക് തിങ്കളാഴ്ച സെലക്ഷന് പോയാലാ? നീ ഇപ്പോഴും ഇതാലോചിച്ച് നടക്കണോ? ഞാൻ വെറുതെ ചോദിച്ചതാ. അത് നമുക്ക് ശരിയാവത്തില്ലടി. അതിലൊക്കെ സെലക്ഷൻ കിട്ടണമെങ്കിൽ പാട്ട് പഠിക്കണം. നമ്മളാണെങ്കിൽ അത് പഠിച്ചിട്ടില്ല. നമ്മൾ വിചാരിക്കണ പോലൊന്നല്ല. ശ്രുതി, ലയം, താളം, സംഗതി, രാഗം എല്ലാം അറിയണം. എന്നിട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ ക്ലാസ്സിലെ നിരഞ്ജനെ സെലക്ട് ചെയ്തല്ലോ, അവൾ പാട്ട് പഠിച്ചിട്ടുണ്ടാ? നമുക്കും വെറുതെ ട്രൈ ചെയ്യാടി. പിന്നല്ലാതെ. എന്റെ അപ്പ എന്തെങ്കിലും പറഞ്ഞ ഈ ആദുമയ്ക്ക് മറുത്തൊരു വാക്കുണ്ടോടി. ഓരോന്ന് സംസാരിച്ച് അവർ വീട്ടിലേക്ക് എത്തി. ആരതിയുടെ വീട് കഴിഞ്ഞ് കുറച്ചു ദൂരം കൂടി കഴിഞ്ഞിട്ടാണ് അപ്പുവിന്റെ വീട്. വീട്ടിലെത്തിയത് അപ്പു ബാഗ് വലിച്ചെറിഞ്ഞ് ടിവിക്ക് മുന്നിലായി ചായ എടുത്തിരുന്നു. നീ ഇത്ര നേരം എവിടെയായിരുന്നു അപ്പു? അമ്മ ചോദിച്ചു. ബസ് കിട്ടിയില്ലമ്മ. ഞാൻ പശുവിന് കഞ്ഞിവെള്ളം കൊടുക്കാൻ പോവാ. ഇനി ടിവിയുടെ മുന്നിൽ നിന്ന് സമയം കളയണ്ട. വേഗം ചായ കുടിച്ച് വിളക്ക് വെക്കാൻ നോക്കുക. ഉത്തരവ് മാതാശ്രീ. പിന്നെ നാളെ നീലന്റെ വീട്ടിലേക്ക് രാവിലെ നേരത്തെ പാല് വേണമെന്ന് പറഞ്ഞു. നാളെ നീലനെ എവിടെയോ പെണ്ണ് കാണാൻ പോണത്രേ. ഡി അസത്തെ, കാർത്തിക്കുഞ്ഞിനെ പേരെടുത്ത് വിളിക്കണ. അമ്മ അവളുടെ പുറത്തിനിട്ടൊന്ന് കൊടുത്തു. കാർത്തിക്കുഞ്ഞാ? സ്വന്തം മകളായ എന്നെ ഇതുവരെ ഇത്ര സ്നേഹത്തിൽ വിളിച്ചിട്ടില്ല. അത് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല അപ്പോ. നീലകണ്ഠൻ ചേട്ടനോടുള്ള ബഹുമാനവും സ്നേഹവും അദ്ദേഹത്തിന്റെ മകനോട് ഈ നാട്ടിലുള്ളവർക്കുണ്ട്. അകത്തേക്ക് കയറുമെന്ന അച്ഛനാണ് അത് പറഞ്ഞത്. എനിക്കുള്ളതും കൂടെ ചേർത്ത് നിങ്ങൾ ബഹുമാനിക്കണല്ലോ, അത് മതി, അപ്പു പുച്ഛത്തോടെ പറഞ്ഞു. നീലകണ്ഠൻ ചേട്ടൻ ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി ജീവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു കാർത്തിക്കുഞ്ഞിന്റെ വിവാഹം. എല്ലാം നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു. നമ്മുടെ അരുണിന്റെ അതേ പ്രായമല്ലേ കാർത്തിക്കുഞ്ഞിനും? അച്ഛൻ എന്തോ ആലോചനയിൽ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. ഏട്ടന്റെ കല്യാണത്തിന് എന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി ക്ഷണിക്കണം.
ചാനൽ മാറ്റിക്കൊണ്ട് അപ്പു പറഞ്ഞു. അതെന്തിനാ, ആരതി എല്ലാവരും ക്ഷണിക്കണില്ലേ? അമ്മ ചോദിച്ചു. അതിനെന്താ, എനിക്കും വിളിക്കണം, അപ്പു വാശി പറഞ്ഞു. അത് 2 മാസം കഴിഞ്ഞിട്ടല്ലേ, അതപ്പ തീരുമാനിക്കാം. ഇപ്പൊ അമ്മയുടെ കുട്ടി പോയിട്ട് വേഗം വിളക്ക് വെക്കാൻ നോക്ക്. അത് പറഞ്ഞ് അമ്മ കഞ്ഞിവെള്ളം എടുക്കാൻ അപ്പുറത്തേക്ക് വീട്ടിലേക്ക് പോയി. പശുവിന് പുല്ലരിയാനായി അച്ഛൻ പാടത്തേക്കും. അന്ന് രാത്രി ഉറങ്ങുന്നവരെ അപ്പുവിന്റെ മനസ്സിൽ തിങ്കളാഴ്ച സെലക്ഷൻ ഏത് പാട്ട് പാടും എന്ന ചിന്തയായിരുന്നു. ഏട്ടാ, എനിക്ക് പാടാൻ പറ്റിയൊരു നല്ല പാട്ട് സജസ്റ്റ് ചെയ്യേ, ഉറങ്ങാൻ നേരം തന്റെ അടുത്ത് കിടക്കുന്നവരിനോടായി അപ്പു പറഞ്ഞു. എന്റെ പൊന്നു മോളെ, നിന്നെ കൊണ്ട് പറ്റുന്ന പണിക്ക് ചെയ്താ പോരെ, പാട്ടുപാടി മറ്റുള്ളവരെ ഉള്ള ഉറക്കം കളയരുത്, അരുൺ കൈകൾ കൂപ്പി പറഞ്ഞു. പോട പട്ടി, ഇതിനുള്ളത് നിനക്ക് ആദ്യമ തരും. അത് പറഞ്ഞ് അപ്പു തിരിഞ്ഞു കിടന്നു. ഏട്ടന്റെ പൊന്നു മോളല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ്. ഞാൻ പറയും, നിന്റെ പഴയ കാമുകിയുടെ കാര്യം ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കും. ചതിക്കല്ലടാ, കല്യാണത്തിന് 2 മാസമുള്ളോട്ടാ, അതിൻ്റെ ഇടയിൽ നീ ഓരോന്ന് പറഞ്ഞ അവളുടെ മനസ്സെങ്ങാനും മാറിയാ എന്താ ഓർമ്മ വേണം. നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടത്തി തരുന്ന ഈ അപൂർണയാ, അതുകൊണ്ട് എന്നെ വെറുതെ കളിയാക്കാൻ നിന്ന രണ്ടിനെയും ഞാൻ തല്ലിട്ടിരിക്കും. നിനക്കറിയാലോ എന്നെ. ഡോണ്ട് പ്ലേ വിത്ത് അപൂർണ, ഓക്കെ? ഏട്ടന്റെ മോൾക്ക് ഏട്ടൻ ഒന്നല്ല 1000 പാട്ട് പറഞ്ഞു തരാലോ. വേണ്ട, എനിക്ക് ഇനി നിന്റെ സഹായം വേണ്ട. അപ്പോ തലവഴി പുതപ്പെട്ട് തിരിഞ്ഞു കിടന്നു. അപ്പോ ആരതിയോട് വേണ്ടാത്തോന്നും പറഞ്ഞു കൊടുക്കല്ല ഏട്ടാ. ഞാൻ ആലോചിക്കട്ടെ, അവൾ ഗൗരവത്തിൽ പറഞ്ഞു ഉറങ്ങാൻ കിടന്നു. അപ്പുവിന്റെ ചങ്കും ലിവറുമായ ആരതിയാണ് ഏട്ടൻ കെട്ടുന്നത്. അപ്പോഴാണ് ലൈൻ സെറ്റായി നടന്നതും. എന്നാൽ അപ്പുവിന് ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പുവിന്റെ കല്യാണം കഴിയണവരെ ആരതി അപ്പുവിന്റെ കോഴിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കണമെന്ന്. അത് ഈ നിമിഷം വരെ ആരതി തെറ്റിച്ചിട്ടുമില്ല. പിറ്റേ ദിവസം അമ്മ വിളിച്ചപ്പോഴാണ് അപ്പു ഉറക്കമുണർന്നത്. തൊട്ടടുത്ത് തന്നെ അരുൺ കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ട്. ഒറ്റയ്ക്ക് കിടക്കാൻ നല്ല ധൈര്യമുള്ളത് കൊണ്ട് അപ്പു ഏട്ടന്റെ കൂടെയാണ് എന്നും കിടക്കാറുള്ളത്. അവൾ വേഗം എഴുന്നേറ്റ് മുഖം കഴുകി പല്ല് തേച്ച് പാൽപാത്രം എടുത്ത് പുറത്തേക്ക് നടന്നു. രാവിലെ നേരത്തെ ആയതിന് റോഡിൽ അധികം ആരുമില്ല. അവൾ മൂളിപ്പാട്ടും പാടി നീലന്റെ വീടിന് മുന്നിലെത്തി. എന്നത്തെയും പോലെ കുട്ടികളെ പാട്ട് പൊളിക്കുന്ന ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രാഗം ഗരഹരപ്രിയയാണ്. കർണാടക സംഗീതത്തിലെ 22ാമത്തെ മേളകർത്ത രാഗമാണ് ഗരഹരപ്രിയ. ഹരൻ എന്നാൽ ശിവൻ, പ്രിയ എന്നാൽ ഇഷ്ടപ്പെട്ടത് എന്ന് അർത്ഥം. ഗരഹരപ്രിയ എന്ന പദത്തിന് തന്നെ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഗരൻ എന്നത് ഒരു രാക്ഷസനും ഹരൻ എന്നാൽ നിഗ്രഹിക്കുന്നവൻ എന്നും അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. നീലൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു കേട്ട് അപ്പു ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. ഇന്ന് പെണ്ണ് കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇയാളെന്താ ഇവിടെ തന്നെ ഇരുന്ന് പിള്ളേരെ പഠിപ്പിക്കണേ? അവൾ നീലിനെ നോക്കി മനസ്സിലാലോചിച്ച് അടുക്കള ഭാഗത്തേക്ക് നടന്നു. ഭാനു ചേച്ചി, അവൾ അടുക്കളപ്പടിയിൽ നിന്ന് ഉറക്കെ വിളിച്ചതും പാത്രവുമായി ഭാനുമ്മ വന്നിരുന്നു. അപ്പു നേരത്തെ വന്നൂലേ? ഞാൻ കരുതി കുട്ടി മറക്കുന്ന്. നിങ്ങളെപ്പോഴാ ഇറങ്ങണേ? അവൾ പാത്രത്തിലേക്ക് പാലൊഴിച്ചുകൊണ്ട് ചോദിച്ചു. 8 മണി കഴിയും. പാട്ട് പഠിക്കാൻ കുട്ടികൾ വന്നിട്ടുണ്ടല്ലോ, അവര് പോയാൽ ഞങ്ങൾ ഇറങ്ങും. അപ്പു തലയാട്ടിക്കൊണ്ട് നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ തിരിഞ്ഞു. ചേച്ചി, ഈ ഗരഹരപ്രിയ എന്ന് പറഞ്ഞ എന്താ? അതൊരു രാഗാണ് മോളെ. നീലന്റെ അമ്മ പാട്ട് ടീച്ചറായിരുന്നല്ലോ, അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട രാഗമായിരുന്നു ഗരഹരപ്രിയ. അപ്പോ നീലനും അല്ല കാർത്തിയാരനും ഇഷ്ടാണോ? അതെ, അവന്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഇഷ്ടങ്ങളാ അവന്റെ ഇഷ്ടം, അവർ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അപ്പു തലയാട്ടിക്കൊണ്ട് തിരികെ നടന്നു. നീലൻ അപ്പോഴും കുട്ടികൾക്ക് രാഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. സോപാനത്തിൽ ചമ്മരം പടിഞ്ഞിരുന്നാണ് അവൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. കരിനീല ഷർട്ടും മുണ്ടുമാണ് വേഷം. സംസാരിക്കുന്നതിനനുസരിച്ച് അവന്റെ മുഖത്തേക്ക് മുടിയിഴകൾ പാറി വീഴുന്നുണ്ട്. അത് വലതു കൈകൊണ്ട് മാടി ഒതുക്കുന്നു. കഴുത്തിൽ ഒരു സ്വർണ്ണ ചെയിനും അതിൻ്റെ അറ്റത്ത് ഡി എന്ന ലോക്കറ്റും ഇടത് കൈയിൽ ഒരു മോതിരവും ഉണ്ട്. നിരവധി ജന്യരാഗങ്ങളുള്ള ഒരു മേളകർത്തമാണ് ഗരഹരപ്രിയ. അവയിൽ ചിലത് ആബേരി, ആബോബി, മധ്യമാധവി, മുഖാരി, ശിവരഞ്ജിനി, ശ്രീരഞ്ജിനി ഇവയാണ്. ഈ ആരോഹണത്തിൽ വരുമ്പോൾ സരിഗമ പദനിസ,
അവരോഹണത്തിലാവുമ്പോൾ നീ പനിസ എന്നുമാണ്. കൈ താളമിട്ട് പാടുന്നതിനനുസരിച്ചാണ് നീലൻ മുറ്റത്ത് നിൽക്കുന്ന അപ്പുവിനെ കണ്ടത്. അവൻ എന്താ എന്ന രീതിയിൽ പുരകു ഉയർത്തിയതും അവൾ ഒന്നുമില്ല എന്ന് തോളനക്കി. അവൾ ഇന്നും കുളിക്കാതെയാണ് വന്നതെന്ന് മനസ്സിലായത് നീലന്റെ മുഖം മാറാൻ തുടങ്ങി. അത് മുൻകൂട്ടി മനസ്സിലാക്കിയ അപ്പു അടുത്ത നിമിഷം പുറത്തേക്ക് ഓടി.